ഒരിക്കലൊരു നായ ഒരു വിചിത്രമായ മ്യൂസിയത്തിൽ കയറി. അവിടെയുള്ള ഓരോ മതിലും കണ്ണാടിയായിരുന്നു. മേൽക്കൂര, നിലം, വാതിലുകളെല്ലാം. അകത്ത് കയറിയ നിമിഷം അവൻ നിശ്ചലനായി. എവിടേക്ക് നോക്കിയാലും നായ്ക്കൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. മുന്നിലും പിന്നിലും മുകളിലും താഴെയും ചുറ്റും ഒരു വലിയ കൂട്ടം. അവനാകെ ഭയന്നുപോയി. അവൻ പല്ലുകൾ കാട്ടി. മറ്റുള്ളവരും അതുപോലെ തന്നെ ചെയ്തു. അവൻ കുരച്ചു, അവരും തിരിച്ചു കുരച്ചു. കൂടുതൽ ഉച്ചത്തിൽ, കൂടുതൽ ഭീകരമായി. അവന്റെ ഭയം പാനിക്കായി മാറി. അവൻ ഇടത്തേക്ക് ചാടി, അവൻ വലത്തേക്ക് ചാടി. അവരും അതുപോലെ തന്നെ ചെയ്തു. അവൻ പല്ലുകൾ കൊണ്ട് കടിക്കാൻ ശ്രമിച്ചു. 1000 പല്ലുകൾ അവനെ തിരിച്ചു കടിക്കാനെത്തി. അവൻ കൂടുതൽ പോരാടുമ്പോൾ അവന് കൂടുതൽ ശത്രുക്കളുണ്ടായി. അവൻ കൂടുതൽ ഭയപ്പെടുമ്പോൾ ലോകം കൂടുതൽ ഭീകരമായി അവന് തോന്നി. ഒരു സത്യം അവൻ മനസ്സിലാക്കിയില്ല. അവിടെ ഒരു കൂട്ടവുമില്ലായിരുന്നു, അവിടെ ഒരു ഭീഷണിയുമില്ലായിരുന്നു, അവിടെ ഒരു ശത്രുവുമില്ലായിരുന്നു. അവൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം രാവിലെ ഗാർഡുകൾ അവനെ കണ്ടെത്തി. അവൻ കണ്ണാടി ഹാളിൽ സ്വന്തം പ്രതിഫലനങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. ആരും അവനെ ആക്രമിച്ചില്ല, ആരും അവനെ ദോഷപ്പെടുത്തിയുമില്ല. അവൻ മരിച്ചത് ലോകത്തോട് പോരാടിക്കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ പോരാടിയത് സ്വന്തം പ്രതിഫലനത്തോടാണ്. ഈ ലോകം യഥാർത്ഥത്തിൽ ക്രൂരമല്ല, അതുപോലെ തന്നെ സ്നേഹമുള്ളതുമല്ല. ഇത് നിങ്ങളെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നിങ്ങളുടെ കോപം, നിങ്ങളുടെ ഭയം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ. എവിടെയും ശത്രുക്കളെ കാണുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ പരിശോധിക്കുക. എവിടെയും വെറുപ്പ് കാണുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. കാരണം ലോകം ഒരു കണ്ണാടി പോലെയാണ്. അതിനെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് എല്ലാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.